പുതിയ പരിശീലകന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ്. എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആഷ്ലി വെസ്റ്റ്വുഡ് ഒരുക്കാൻ പോകുന്നത് എന്നതിൻ്റെ ആദ്യ പതിപ്പ് നമുക്ക് ഏപ്രിൽ 5 മനസ്സിലാകും. 6 കളികളിൽ നിന്ന് 1 പോയിന്റുമായി ടേബിളിൽ 13ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉള്ളത്. 5 കളികളിൽ നിന്ന് -15 ഗോൾ ഡിഫറൻസോടുകൂടി 0 പോയിന്റുമായി നിൽക്കുന്ന മുഹമ്മദ് FC ഉള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏക ആശ്വാസം. 12ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളികൾ. രണ്ടും റെലിഗേഷൻ ബാറ്റിലുള്ള ടീമുകൾ ആയതുകൊണ്ട് തന്നെ തോൽക്കുന്ന ടീമിന്റെ അവസ്ഥ പരിതാപകരമാകും. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള കളി തന്നെയാണ് അടുത്തത്. ബ്ലാസ്റ്റേഴ്സിന്റെ ബി ടീമിലും ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിലും ഒക്കെ പരിശീലകനായിട്ടുണ്ടായിരുന്ന തോമസ് ടോഷാണ് SSC ഡൽഹിയുടെ കോച്ചായിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായിട്ടുള്ള നോറ ഫെർണാണ്ടസ് ആയാലും അസർ ആയാലും ഈമൻ ആയാലും അങ്ങനെയുള്ള കുറേ കളിക്കാർ ഉള്ള ടീമാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി. ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ടേബിളിന്റെ താഴെയാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി കിടക്കുന്നതെങ്കിൽ പോലും അവരുടെ മുൻ മാച്ചുകൾ നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ്. സീസൺ പകുതി പിന്നിടുമ്പോൾ ടോപ്പ് ഓഫ് ദി ടേബിൾ നിങ്ങൾ നോക്കുക, 6 ടീമുകളെ കാണാമല്ലോ. ഇനി ഡൽഹിയുടെ മുൻ മത്സരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഡൽഹി കളിച്ചത് ബാംഗ്ലൂരു, ഈസ്റ്റ് ബംഗാൾ, ഗോവ, മുംബൈ, ജംഷഡ്പൂർ എന്നീ ടീമുകൾക്കെതിരെയാണ്. നേരത്തെ ടേബിൾ ടോപ്പേഴ്സിനെ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. ഈ 5 ടീമുകളും ടോപ്പ് 6-ലുള്ളവരാണ്. അവരുടെ ആദ്യത്തെ 3 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അവസാന 2 മത്സരങ്ങളാകുമ്പോഴേക്കും അവരൊരു സ്റ്റാർട്ടിംഗ് 11 കണ്ടെത്തി ആ 2 മത്സരങ്ങളിലും അവർ സമനിലയും പിടിച്ചിട്ടുണ്ട്. അവർ അവസാനമായി സമനില പിടിച്ച ഒരു ടീം ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള മുംബൈ സിറ്റി FCയും രണ്ടാമത്തെ ടീം 3ാം സ്ഥാനത്തുള്ള ജംഷഡ്പൂർ FCയുമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു ബോട്ടം ടേബിൾ ടീം എന്ന രീതിയിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ പൂർണ്ണമായും എഴുതി തള്ളാൻ നമുക്ക് സാധിക്കില്ല എന്നർത്ഥം. മറുവശത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് എത്തുന്നു. പുതിയ എക്സ്പെരിമെന്റുകൾ അദ്ദേഹം നടത്തിയ ശേഷം വേണം അദ്ദേഹത്തിന് പുതിയ 11 അദ്ദേഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു 11 കളിക്കാരെ കണ്ടെത്താൻ വേണ്ടി. കേരള ബ്ലാസ്റ്റേഴ്സ് ബെനാരിഫ് എന്ന പുതിയൊരു മിഡ്ഫീൽഡറെ എത്തിച്ചിട്ടുണ്ട്. അതിന് അനാലിസിസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. എന്നാൽ ആ കളിക്കാരനെ ടീമിന് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത കളി കളിക്കാൻ സാധിക്കില്ല. മറ്റൊരു വിദേശ താരം സ്ട്രൈക്കർ പൊസിഷനിലാണെന്ന് കേൾക്കുന്നു. കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ട്. ബെനാരിഫിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അറ്റാക്കിംഗ് കൂടെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആഷ്ലി വെസ്റ്റ്വുഡിന്റെ സ്റ്റൈലിനനുസരിച്ചുള്ള ഒരു സ്ട്രൈക്കറെ ആയിരിക്കും അതുകൊണ്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പ്ലേയേഴ്സിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ തമ്മിൽ ഒരു കണക്ഷൻ ആവശ്യമാണല്ലോ. ഇനി പോകേണ്ടവരൊക്കെ പോയി പുതിയ കളിക്കാർ വന്ന് ആഷ്ലി വെസ്റ്റ്വുഡ് പരീക്ഷണം നടത്തി വരുമ്പോഴേക്കും സീസൺ അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാനുള്ള വകുപ്പ് നമുക്കില്ല. പ്ലേയേഴ്സ് ഉണ്ടോ ഇല്ലയോ വിഷയമല്ല. അടുത്ത കളി മുതലായാലും ജയിച്ചു തുടങ്ങുക, ഇല്ലെങ്കിൽ ഐ ലീഗ് കളിക്കേണ്ടി വരും. നോറ ഫെർണാണ്ടസ് തന്നെയാണ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത്. ചിത്രത്തിൽ 4-4-2 കാണിക്കുമെങ്കിൽ പോലും അവർ ആക്ച്വലി 5-3-2 എന്ന ഫോർമേഷനാണ് കളിക്കുന്നത്. ചിത്രത്തിൽ റൈറ്റ് മിഡ്ഫീൽഡറായി കളിക്കുന്ന അഗസ്റ്റിൻ അവരുടെ ലെഫ്റ്റ് വിങ് ബാക്ക് ആണ്. നമുക്ക് 2 ഇന്ത്യൻ മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ അവരുടെ 2 സ്ട്രോങ് വിദേശ മിഡ്ഫീൽഡേഴ്സ് ആണ് മിഡ്ഫീൽഡ് കളിക്കുന്നത്. അതിൽ ഹുഡു എന്ന കളിക്കാരൻ വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കളിക്കാരൻ തന്നെയാണ്. ഓർക്ക് ഡൽഹി ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമാണ്. എത്രയും പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 2 കളിയും അതിൽ വിജയം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാം. മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത് കുറവായതിനാലായിരിക്കാം അവർ താഴേക്ക് പോയത്. ഡൽഹിക്കെതിരെ കളിക്കുമ്പോൾ പൊസഷനൊക്കെ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിരിക്കും. ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായും സാധിക്കും. പക്ഷേ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിലായിരിക്കും വിജയം കിടക്കുന്നത്. എന്താണ് നിങ്ങളുടെ മാച്ച് പ്രഡിക്ഷൻ? കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.